സി മുകുന്ദനെ കൈവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. നാട്ടികയിൽ സുനിൽ ലാലൂർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇന്ന് വരാനിരിക്കുന്ന ആദ്യ പട്ടികയിൽ തന്നെ നാട്ടികയിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ജി സുധാകരനെ ഒപ്പം നിർത്തുന്നു, പക്ഷേ സി മുകുന്ദനെ കൈവിടുന്നു. നമുക്കറിയാം, നാട്ടികയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രാദേശിക നേതൃത്വം ഉന്നയിച്ചിരുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്നവർ അവരെ സ്വീകരിക്കേണ്ട ഗതികേട് കോൺഗ്രസിനില്ല എന്ന തരത്തിൽ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ ഒരു വികാരം കോൺഗ്രസ് കണക്കിലെടുക്കുകയാണ്, അല്ലേ? ശ്രീജ, തീർച്ചയായും ചില വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസും സി മുകുന്ദനെ കൈവിട്ട അവസ്ഥയാണ് നാട്ടികയിൽ. ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അവിടെ സുനിൽ ലാലൂരിനെ നിർത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇന്ന് തന്നെ ആ കോൺഗ്രസിന്റെ പട്ടിക വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നാട്ടികയിലെ സ്ഥാനാർത്ഥിയുടെ പേര് തീർച്ചയായും ഉണ്ടാകും. അത് സി മുകുന്ദൻ MLA പേരായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരം സുനിൽ ലാലൂരിനെയാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് അടുത്ത വൃത്തങ്ങൾ നമുക്ക് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഈ ഒരു സി മുകുന്ദന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. കാരണം വലിയ പ്രതീക്ഷയിലായിരുന്നു സി മുകുന്ദൻ. ഡൽഹിയിൽ പോകുന്നു, കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുന്നു, സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന വലിയ ശുഭപ്രതീക്ഷ ഉണ്ടാകുന്നു. അത്തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. എന്തായാലും കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം പലതവണ ആവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണയും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എല്ലാം പാളിയ ഒരു സാഹചര്യമാണ്. നേതൃത്വവുമായി ചർച്ച നടത്തിയതും പാളിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പ്രാദേശിക നേതൃത്വത്തിന്റെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ നാട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ. അത്തരത്തിൽ നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ തന്നെ പ്രാദേശിക നേതൃത്വം പറഞ്ഞത് ഈ ചവിട്ടുകൊട്ടയിലേക്ക് എറിയുന്ന എല്ലാ ആളുകളെയും എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഈ ഒരു സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായി തന്നെ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും ഈ പ്രാദേശിക നേതൃത്വം ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആ ഒരു നടപടിയിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. കാരണം പ്രാദേശിക നേതൃത്വമാണ് ഏറ്റവും വലിയ ശക്തി. പ്രത്യേകിച്ച് നാട്ടിക പോലൊരു സ്ഥലത്ത് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ആരെയും സ്ഥാനാർത്ഥിയാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സി മുകുന്ദൻ MLA മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. ഡൽഹിയിൽ പോയി പ്രധാന നേതാക്കളെ, ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കണ്ട ചർച്ച നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമാനമായി ജില്ലാ നേതൃത്വവുമായി വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം പാളിപ്പോയി. ഒടുവിൽ കോൺഗ്രസും കൈവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യത വരും. സുനിൽ ലാലൂർ തന്നെ ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നത് അപ്പോൾ വ്യക്തമാകും. വലിയ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു 100% അംഗീകരിക്കാവുന്ന രീതിയിൽ തന്നെ സുനിൽ ലാലൂർ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ മിക്കവാറും അത്തരത്തിൽ തന്നെ ആയിരിക്കും. സി മുകുന്ദന്റെ പേര് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു സാഹചര്യത്തിലും സി മുകുന്ദൻ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല, കൃത്യമായ രീതിയിൽ വിട്ടുനിൽക്കും. ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുമെന്നാണ് ഈ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാടിലേക്ക് എത്താൻ കോൺഗ്രസ് നിർബന്ധിതരായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് CPI-യുമായി സി മുകുന്ദൻ ഇടഞ്ഞത്. മാത്രമല്ല നിരവധി അച്ചടക്ക ലംഘന പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന നേതൃയോഗത്തിൽ ഇത്തരത്തിൽ ഹരീഷ് പറഞ്ഞതുപോലെ ഇനി സി മുകുന്ദന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളതല്ലേ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇടതുപക്ഷത്ത് നിന്ന് പിണങ്ങി ഇറങ്ങുകയും ചെയ്തു, കോൺഗ്രസ് ഒട്ട് പിന്തുണച്ചതുമില്ല. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ ഗീതാ ഗോപി മാനനഷ്ടത്തിന് കേസും ഒക്കെ കൊടുത്തിരിക്കുകയാണല്ലോ. തീർച്ചയായും ശ്രീജ, ഈ പഴഞ്ചൊല്ല് പറയുന്ന പോലെ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തുകയും ചെയ്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സി മുകുന്ദന്റെ രാഷ്ട്രീയ ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇനി ഏത് മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം BJP-യിലേക്ക് ഇല്ല എന്ന് നേരത്തെ തന്നെ സി മുകുന്ദൻ പറഞ്ഞിരുന്നു. BJP-യുമായി ഒരു കാരണവശാലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ഇല്ല എന്ന് നേരത്തെ സി മുകുന്ദൻ പറഞ്ഞിരുന്നു. പിന്നീട് കോൺഗ്രസിലേക്ക് പോവുക എന്നതായിരുന്നു ലക്ഷ്യം, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ളതാണ്. പക്ഷേ
ആ വഴിയും അടഞ്ഞിരിക്കുന്നു. കോൺഗ്രസും കൈവിട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇനി എന്താണ് CC മുകുന്ദന്റെ രാഷ്ട്രീയ ഭാവി, അത് ഭാവി ഇല്ലാതായി പോകുമെന്നതടക്കമുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. നാട്ടികയിൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ച ഒരു MLA കൂടിയായിരുന്നു. CPI-യുമായി ഒത്തു പ്രവർത്തിച്ചിരുന്ന സമയത്ത് വലിയ ജനസമ്മതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ CPI നിന്ന് വിട്ടുനിൽക്കുന്നു, കോൺഗ്രസിലേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ കോൺഗ്രസും കൈവിടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആരുമല്ലാതായി പോകുമോ CC മുകുന്ദൻ MLA ഈ രാഷ്ട്രീയ രംഗത്ത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും നാട്ടികയിൽ ഉയരാൻ പോകുന്നത്. എന്തായാലും സുനിൽ ലാലൂരിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഒരു 90% അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ പട്ടിക കൂടി പുറത്തു വരുന്നതോടുകൂടി അതിൽ വ്യക്തത വരും. അങ്ങനെയെങ്കിൽ ഈ CC മുകുന്ദൻ ഇനി ഈ രാഷ്ട്രീയത്തിൽ ഇല്ലാതായി പോകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും മറ്റു മുന്നണികളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും BJP അടക്കമുള്ള മുന്നണികളിലേക്ക് പോകില്ല എന്ന് കൃത്യമായി തന്നെ CC മുകുന്ദൻ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭാവി വലിയ ഒരു പ്രതിസന്ധിയായി CC മുകുന്ദന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വരും. ശ്രീജ. തീർച്ചയായും ഹരീഷ്. എന്തായാലും ഹരീഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നാട്ടികയിൽ CC മുകുന്ദനില്ല, പകരം സുനിൽ ലാലൂരിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത് എന്നാണ് ഹരീഷ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.